ഡേ 1 ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ രാവിലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ന്യൂട്രലാക്കിയിരുന്നു. സ്റ്റാർട്ടായി. ഓ എൻജിൻ സ്റ്റാർട്ടാക്കട്ടെ. എൻജിൻ സ്റ്റാർട്ടായി ഗൈസ്. നല്ല വെയിലാണ്. AC ഓൺ. AC ഓൺ ആണ് ഗൈസ്. ഐഡിയൽ RPM 1500. അപ്പോൾ രാവിലെ നമ്മൾ വീട്ടിലിവിടെ വണ്ടി ഓഫ് ചെയ്തിട്ടു. അമ്മ വരാണ്ട് കാത്തുക്കണം ഗൈസ്. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഒന്നുമില്ല, ഇന്ന് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് ലീവ് എടുത്താണ് ഗൈസ്. ലീവ് ചെയ്യാനൊന്നും പോയായിരുന്നു. ഉച്ചവരെയുള്ള ലാബായിരുന്നു, അതുകൊണ്ടാണ് അത് ലീവ് എടുത്തത്. ചെറിയൊരു പരിപാടി, അത് കഴിഞ്ഞിട്ട് പറ്റാണെങ്കിൽ പോയില്ലെങ്കിൽ പോയില്ല ഗൈസ്. ചെറിയൊരു പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ സമയം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, 8:43 ഇന്നിപ്പോൾ ഡെയിലി വ്ളോഗ്. പിന്നെ ഒരു കാര്യം ഉണ്ട് ഗൈസ്, ഒരു മിനിറ്റ് ഞാൻ പറയാം. അപ്പോൾ ഗൈസ് ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഇനി നമ്മൾ 365 ഡേ ചാലഞ്ച് തുടങ്ങാൻ പോകണം. ഡെയിലി നമ്മളിനി വ്ളോഗ് ഇട്ടുണ്ടാവും, ഡെയിലി വ്ളോഗ് ഇട്ടുണ്ടാവും ഗൈസ്. 365 ഡേയ്സ് ഫുള്ളും എല്ലാ ദിവസവും ഓരോ വ്ളോഗ് അയച്ചിട്ട് 365 ഡേയ്സ് ഫുള്ള് നമ്മളിനി വ്ളോഗ് ഇട്ടുണ്ടാവും ഗൈസ്. കാരണം വെച്ചാൽ അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. മറ്റേ ഡെയിലി വ്ളോഗ് ഉണ്ടാകാൻ കാരണം അത്യാവശ്യം ആൾക്കാർ കയറുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡെയിലി ഓരോ വ്ളോഗ് വെച്ചിട്ട് 365 ദിവസം നമ്മൾ ചാലഞ്ചാണ്. അപ്പോൾ ഇന്ന് ഡേ 1 ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ബാക്കി അമ്മയെ കൊണ്ടാക്കിയിട്ട് വരാം ഗൈസ്. ഫൈനലി 9:06 വീട്ടിലെത്തി ഗൈസ്. 9:06 വീട്ടിലെത്തി. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ കയറാം. ഓക്കെ. അപ്പോൾ ഇനി പറഞ്ഞ പോലെ 365 ഡേ ഡെയിലി ഓരോ വ്ളോഗ്, 365 ദിവസം ഓരോ വ്ളോഗ് വെച്ച് നമ്മൾ ഇടുന്നതായിരിക്കും ഗൈസ്, ഡെയിലി വ്ളോഗായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. ചെറിയൊരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. ഇന്ന് ഡിസംബർ 19 ചൊവ്വാഴ്ചയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റ് 280 രൂപ, 273 രൂപ. ഇൻവെസ്റ്റഡ് 10,639.50 പൈസയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പ്രോഫിറ്റായ 477 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 3.8 കുറഞ്ഞു. നമുക്ക് നോക്കാം ഗൈസ് എത്രയ്ക്ക് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് 21,350 CE, അതായത് കോൾ ഓപ്ഷൻ എൻട്രി കിട്ടി. അതിപ്പോൾ തന്നെ ലോസ് ആവാൻ തുടങ്ങി. പിന്നെ ഞാനൊരു വേറെ ട്രേഡ് നോക്കി, 21,300 CE കോൾ ഓപ്ഷൻ, 21,300 നിഫ്റ്റി 50യിൽ നമ്മൾ എടുത്തുള്ളൂ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 10,000, 8,000, 10,000. അപ്പോൾ ടോട്ടൽ പറയുമ്പോൾ 10, 20, 28,000 ബാക്കി ഞാൻ കണക്ക് കൂട്ടുക ഗൈസ്. 650 വെച്ച് കണക്കൂട്ടിയാൽ മതി. 30,000 രൂപ ഇപ്പോൾ ലോസ് ആവാൻ തുടങ്ങി. ലോസാവില്ല, 30,000 രൂപ. അപ്പോൾ തന്നെ പറഞ്ഞ വ്യക്തിയില്ല. അപ്പോഴേക്കും ഇതിലൊക്കെ 25, 20, 70, 40, 52 നമ്മളിനി പുട്ടും കൂടി എടുക്കേണ്ടി വരും തോന്നുന്നു ഗൈസ്. പുട്ട് മീൻസ് കോള് സെല്ലും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കോൾ ഓപ്ഷൻ എടുത്തുണ്ട്. ഇനി സെൽ ഓപ്ഷൻ എന്താണെന്ന് നോക്കണം ഗൈസ്. അറിയില്ല ഇനി എന്താണെന്ന്. ഇപ്പോൾ ട്രേഡിംഗ് എടുത്തുന്നു. ഇനി നമുക്കൊരു കാര്യം, ബാങ്ക് നിഫ്റ്റി കൊടുക്കുക. കാണാമല്ലോ, അതെങ്ങനെ പിടിക്കുന്നത് അന്ന് ഗൈസ്. NSE BSE എനിക്കിഷ്ടം BSE ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ലോഞ്ച് ചാർട്ട്. അപ്പോൾ നമുക്കെന്നാൽ വെറുതെ ഗൈസ് ഒരു മിനിറ്റ് വരും, ലോഡാവില്ല. അവിടെ പുട്ടും സെൽ ഓപ്ഷനൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ എങ്ങനെ, ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഗൈസ് ഫാലിമി വന്നിട്ടു, തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് എന്താ പ്ലേ ചെയ്ത് നോക്കാം. വാച്ച് നൗ. ഓക്കെ ഗൈസ്, ആഡ് കഴിഞ്ഞു. ഇനി നമുക്കിത് കാണാനിരുന്നിട്ട് ഒരു മിനിറ്റ് ഫുൾ സ്ക്രീൻ ഇട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. Smoking is injurious to health. Smoking causes
ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകും. ഓക്കെ, ഇപ്പോൾ സെറ്റാണ്. അപ്പോൾ നമുക്കിരുന്ന് കാണാം ഗൈസ്. കണ്ടിട്ട് ഞാൻ വരാം ഗൈസ്. സമയം 9:59. അപ്പോൾ ഇവിടെ രാത്രി നോക്കിക്കൊണ്ടിരിക്കുക. ആകാശം എത്ര സ്റ്റാർസ് ഉണ്ടെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം ഗൈസ്. അടിപൊളി സിനിമ, അടിപൊളിയാണ് ഗൈസ്. എനിക്ക് ഇഷ്ടമായി. ഫുള്ള് കണ്ടേ എല്ലാവരും ഇറക്കി പെട്ടു പ്ലാറ്റ്ഫോമിൽ വയ്യ സീൻ. അടിപൊളി, എനിക്ക് വയ്യ ഗൈസ്. സൂപ്പർ. കറക്റ്റ് ആയിട്ട് പോയ